കേരള കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ലൈക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇരാറ്റുപേട്ടയിലെ അരുവിത്ര പള്ളിയുടെ ശ്ലീവാപാതയായ അരുവിത്ര വെല്ലിച്ചൻ മലയാണ്. അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശുള്ള കുരിശുമലയാണിത് ഈ കാണുന്നത്. ഈ കുരിശാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശ്. 110 അടി ഉയരമാണ് ഈ കുരിശിനുള്ളത്. ഇരാറ്റുപേട്ട അടുത്താണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1 കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കുരിശുമലയുടെ ഏറ്റവും മുകളിലെത്താം. പള്ളിയുടെ ചുറ്റും മുഴുവൻ കല്ല് വിരിച്ച പാതകളാണുള്ളത്. ശ്ലീവാപാത ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളമുണ്ട്. വാഹനങ്ങൾക്ക് മുകളിൽ കയറി വരാനും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഇത് കുരിശുമലയുടെ മുകളിലുള്ള പള്ളിയാണ്. ഈ മഹാകുരിശിൻ്റെ ചുവട് പള്ളിയുടെ ഉൾഭാഗത്താണുള്ളത്. ഇപ്പോൾ നോമ്പുകാലമായതിനാൽ ഒരുപാട് വിശ്വാസികൾ മല ചവിട്ടുന്നതിനായി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആദ്യ വെള്ളിയാഴ്ചകളിൽ പൊതുവെ വലിയ തിരക്കാണ് ഈ വെല്ലിച്ചൻ മലയിലേക്കുള്ളത്. വിവിധ പള്ളികളിൽ നിന്നും തീർത്ഥാടന യാത്രകളായി ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അരുവിത്ര വെല്ലിച്ചൻ മലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വെല്ലിച്ചൻ മല അരുവിത്ര പള്ളിയുടെ ഭാഗമായിട്ടുള്ള കുരിശുമലയാണ്. 2018 കുരിശുമല നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കുരിശുമലയുടെ ഭാഗമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഇതൊരു ഗുഹാ കവാടമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇടതുവശത്തായി ഈശോയുടെ മരണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു നിർമ്മിതിയുണ്ട്. ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറക്കപ്പെടുകയുള്ളൂ. ഈ കാണുന്നതാണ് മരിച്ചു കിടക്കുന്ന ഈശോയുടെ രൂപമാണിത്. ഈ ഗുഹയും ഇതിൻ്റെ സൈഡുകളിൽ കാണുന്ന കല്ലുകളുമെല്ലാം കൃത്രിമമായി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഗുഹയ്ക്ക് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഗുഹയുടെ വെളിയിലായി മറ്റൊരു നിർമ്മിതിയുണ്ട്. ഈ കാണുന്നതാണ് ആ നിർമ്മിതി. ഇതൊരു തിമിംഗലം ഒരാളെ വിഴുങ്ങിയിട്ട് ഛർദ്ദിക്കുന്നതായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത്. ഇതൊരു പഴയ ബൈബിൾ കഥയെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു നിർമ്മിതിയാണിത്. ബൈബിൾ കഥയിൽ യോനായെ തിമിംഗലം കടലിൽ നിന്ന് വിഴുങ്ങി പുറത്തേക്ക് ഛർദ്ദിക്കുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് വെല്ലിച്ചൻ മല പള്ളിയുടെ ഉൾഭാഗം. നേരെ മുന്നിൽ കാണുന്നതാണ് കുരിശിൻ്റെ അടിഭാഗമാണ് കാണുന്നത്. മഹാകുരിശിൻ്റെ അടിഭാഗം പള്ളിയുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. കുരിശിൻ്റെ മൊത്തം ഉയരം 167 അടിയാണ് ഈ കുരിശിൻ്റെ മൊത്തം ഉയരമുള്ളത്. ദുഃഖവെള്ളിയാഴ്ചകളിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ദുഃഖവെള്ളിയാഴ്ച കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിക്കകത്തും പരിസരങ്ങളിലും എല്ലാം ജനങ്ങളുടെ വലിയ തിരക്കാണ് ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വെല്ലിച്ചൻ മലയിലേക്ക് ഇപ്പം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇരാറ്റുപേട്ട വാഗമൺ കുരിശുമലയിലേക്കൊക്കെ ആയിരുന്നു ഒരുപാട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം കുറേ ആൾക്കാർ അരുവിത്ര വെല്ലിച്ചൻ മലയിലേക്കാണ് വരുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയായി തിരിച്ചു വരുന്നിടം വരെ ബൈ.